എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും എങ്ങനെയുണ്ട്? നല്ലതാണല്ലോ അല്ലേ? എന്തായാലും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നലെ 2 വീഡിയോ കെൽറ്റിക് ക്രോസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫീഡ്ബാക്ക് കണ്ടിട്ട് എനിക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായി എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് കൂടെ നമുക്ക് കെൽറ്റിക് ക്രോസ് വഴി ഒന്ന് നോക്കാം. എക്സാക്റ്റായിട്ട് അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ആക്ഷൻ പ്രതീക്ഷിക്കാമോ അവരുടെ നിന്നൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? ഇതൊക്കെ നമുക്ക് കുറച്ച് എക്സാക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ കെൽറ്റിക് ക്രോസ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, അതേപോലെ ഓർക്കുക, ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി ഇതിൽ കണക്റ്റ് ആവുന്നുണ്ടായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്ക്ലെയിമറിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി വായിച്ചോളൂ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തുടങ്ങാം, അധികം വൈകിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവർക്കായിട്ടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്, അവരുടെ മനസ്സിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. ഞാൻ കെൽറ്റിക് ക്രോസാണ് ചെയ്യാൻ പോകുന്നത്. ഡിവൈൻ ക്ലിയറായിട്ട് കാണിച്ചു തരിക. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള പേഴ്സൺ, അവർ ചിന്തിക്കുന്ന വ്യക്തി, അവർക്ക് വേണ്ടി കറണ്ടായിട്ട് ഇപ്പോൾ ഈ നിമിഷം എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് ദയവായി കാണിച്ചു തരൂ. കെൽറ്റിക് ക്രോസാണ് ചെയ്യാൻ പോകുന്നത്. ദയവായി ക്ലിയറായിട്ടൊരു ഗൈഡൻസ് തരിക. എടുക്കണേ. 4 ഓഫ് വാൻഡ്സ്. ഇതിൽ കൂടുതൽ തുടക്കം മനോഹരമാവാൻ എന്താ വേണ്ടത് അല്ലേ? 8 ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് സ്വാർഡ്സ്, ജഡ്ജ്മെന്റ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, 3 of cups, the sun, justice. വളരെ പോസിറ്റീവായിട്ടാണ് ഫീലിങ്സ് വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് വളരെയധികം സന്തോഷം. ഓക്കെ, പക്ഷേ കെൽറ്റിക് ക്രോസിൽ നമ്മളെല്ലാ കാർഡ്സും കൂടുതൽ ക്ലാരിഫൈ ചെയ്തിട്ട് വേണം ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് വെച്ച് നമുക്കൊന്നും കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. നോക്കാം നമുക്ക്. എന്തായാലും പ്രഥമ ദൃഷ്ട്യാ കാണുന്നത് അവർ നിങ്ങളെ പ്രതി വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ളവരാണ് എന്നവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നും അവർ വിശ്വസിക്കുന്നു. ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് കൺക്ലൂഷനിൽ എത്തണം എന്നുള്ളത്. നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ, ചിലർക്കെങ്കിലും ഒരു ഡേറ്റ്, ഒരു കോഫി ഡേറ്റ്, അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോവുക, ഒരു ചെറിയ യാത്ര, ഇതെല്ലാം പോസിബിളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കാണാൻ സാധ്യതയുണ്ട്. ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അറിയാം. അതേപോലെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നിവർ തീവ്രമായിട്ട് ഈ നിമിഷം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു മെസ്സേജ് അയച്ചാലോ ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ ഈ നിമിഷം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ് വെച്ചിട്ട് ചിലർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വഴക്കിടുകയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ട്. അവർ വിളിച്ചാൽ നിങ്ങളൊന്ന് ദേഷ്യപ്പെടുമോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവരാണെങ്കിൽ അവരുടെ സ്പൗസിനെ പറ്റിയിട്ടാണ് അവിടെ ആലോചിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാം. നൈറ്റ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് സ്പീഡായിട്ട് വരണമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സൺ കാർഡ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നു എന്നവർ വിചാരിക്കുന്നുണ്ട്. ജസ്റ്റിസ് കാർഡ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പൂർണ്ണമായും ജസ്റ്റിസ് തരണം എന്നും ഇവർ വിചാരിക്കുന്നുണ്ട്. പേഴ്സൺസ് ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് ഫോർ ദം, പ്ലീസ് ആസ് എ കണ്ടിന്യൂഷൻ ഓഫ് ദ റീഡിംഗ് പ്ലീസ് ഗൈഡ് മീ പ്രോപ്പർലി. ഡിവൈൻ please clarify 3 of cups for me. Please clarify 3 of cups
Please clarify. 3 of Cups. King of Pentacles, Ace of Wands, and the World. Okay. Very nice. Clarify. 4 of Wands. 4 of Wands. Why is 4 of Wands here? Who's going to propose? Ten of Cups. 7 of Wands and Judgment. Good. ഇത് നല്ല കാർഡാണ് കേട്ടോ. Clarify. 8 of Wands. Please clarify. 8 of Wands. Please clarify. 8 of Wands. രാവിലെ തന്നെ എല്ലാവരും പോസിറ്റീവായിട്ടാണ് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. Ace of Swords, Queen of Wands, and Hierophant. Clarify. Queen of Swords. Clarify. Queen of Swords. Emperor. 3 of Swords and 3 of Wands. Clarify. Judgment, please. Please clarify Judgment. Okay, 7 of Cups, Page of Cups, Knight of Swords. Okay. Not bad. Clarify. Knight of Wands. Please clarify. Knight of Wands. 9 of Wands, 10 of Wands, and Queen of Cups. Clarify. The Sun. Clarify the Sun. Please clarify the Sun. Page of Wands, the Star, the Lovers, സണ്ണും സ്റ്റാറും ലവും എല്ലാം കൂടി. Clarify. Justice. Please clarify. Justice. Ace of Cups, Strength, and 7 of Swords. Very good. ഇന്ന് ഹാപ്പി ഡേ ആണ് എല്ലാവർക്കും കേട്ടോ. 1-2 കേസിലേ ഉള്ളൂ ചെറിയൊരു പ്രോബ്ലം ഉള്ളത്. അത് നമുക്ക് എപ്പോഴും കാണുമല്ലോ അല്ലേ, കാരണം ഒരുപാട് പേരുടെ എനർജി കണക്റ്റ് ആവുന്നതല്ലേ. ആദ്യം നമുക്ക് 4 of Wands നിന്ന് തന്നെ തുടങ്ങാം, കാരണം അതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അതിൻ്റെ മേജർ അർക്കാന കാർഡ് ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ലിബ്ര തുലാരാശിക്കാരായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളും ആയിരിക്കാം കേട്ടോ. വോൺസിൻ്റെയും കപ്സിൻ്റെയും എനർജിയാണ് കൂടുതലായിട്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം ഈ രാശിക്കാരും ആയിരിക്കാം. കൂടുതലായിട്ടും ലിബ്രക്കാരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്കെ, അവിടെ ഫാമിലി ഒരു ഒബ്സ്റ്റേക്കിൾ ആയിരുന്നെങ്കിൽ, ഇത് ഫാമിലി എന്ന് പറയുമ്പോൾ എന്ത് തരം ഫാമിലിയും ആവാം. എക്സ്റ്റെൻഡഡ് ഫാമിലി ആവാം, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, അറിയാലോ. എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരിക്കാം, സ്വന്തം ഫാമിലി ആയിരിക്കാം, ഇവർ മാരീഡ് ആണെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം. അവർ കാരണം ഒരു റെസ്ട്രിക്ഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇവർ റിയലൈസ് ചെയ്തു ഇവർക്ക് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ നിങ്ങളെ എന്ത് തന്നെ വന്നാലും ഇവരും നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് തന്നെ പോകും. നിങ്ങൾക്കൊരു മാരേജ് പ്രപ്പോസൽ, ഒരു എൻഗേജ്മെൻറ്റ് എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കൂടുതലായിട്ടും സിംഗിൾസിനാണ് ഇത് കൂടുതൽ കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അതായത് വീട്ടിൽ എന്തെങ്കിലും കാരണവശാൽ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബലിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ മാരേജിനെ അക്സെപ്റ്റ് ചെയ്യും.
അതൊരു എൻഗേജ്മെൻറ്റിൽ കലാശിക്കും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദോസ് ആർ ഗെറ്റിംഗ് എൻഗേജ്ഡ്. എനിക്ക് കമൻ്റ് ഇടൂ കേട്ടോ. അതേപോലെ 8 ഓഫ് വാൻസിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ട് ഹെയറോഫൻറ്റ്, ക്വീൻ ഓഫ് വാൻസ് ആൻഡ് ഏസ് ഓഫ് സ്വാർഡ്സ്. ഏസ് ഓഫ് സ്വാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ബിഗിനിങ് ആണ് വിത്ത് റിയലൈസേഷൻ കേട്ടോ. ഒരു റിയലൈസേഷൻ ആണ് അതിൻ്റെ ബേസിക്. എന്താ വന്നിരിക്കുന്നത്? കമ്മ്യൂണിക്കേഷനാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഹെയറോഫൻറ്റ് വന്നിട്ട് ടോറസ് ആണ്. ഓക്കെ, ടോറസ് ഋഷഭരാശിക്കാരാണ് നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ടും. സ്വാർഡ്സിൻ്റെ എനർജി വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. വോൺസും ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇതിലേത് വേണമെങ്കിലായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ടോറസ് രാശിയാണ് കൂടുതലായിട്ടും കാണുന്നത്. ഈ രാശി പറയുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ രാശി അറിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ രാശി നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രാശിയിൽപ്പെട്ടവരായിരിക്കും. കാരണം 10-20,000 പേരുണ്ടെങ്കിൽ അതിൽ എല്ലാവർക്കും ഈ സിറ്റുവേഷൻ വരണം എന്നില്ലല്ലോ. അപ്പോൾ ഈ ഇന്ന രാശിയിൽപ്പെട്ട ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടും ഇത് നടക്കാൻ സാധ്യത എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായതുപോലെ നക്ഷത്രം പറയാമോ എന്ന് ചോദിച്ചവർക്ക് ഞാൻ 27 നക്ഷത്രവും കൂടെ ഇനി പറയാൻ നിന്നാൽ ഈ വീഡിയോ ഇപ്പോഴൊന്നും തീരില്ല. അതുകൊണ്ടാണ് രാശി പറയുന്ന, രാശിക്കകത്ത് വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാനിതെല്ലാം ഇനി കാണാതെ പഠിക്കണം. ഓക്കെ, ഇത്രയും തന്നെ പഠിച്ചെടുക്കാൻ നല്ല പാടാണ്. ഓക്കെ, അതുകൊണ്ട് ക്ഷമിക്കുക. നക്ഷത്രം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് പറയാം. അതായത് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും ഒരു മാരീഡ് പേഴ്സൺ ആണ്. വളരെ നല്ല പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. 4 പേര് ഇവരുടെ ഉപദേശം ചോദിച്ച് വരാറുണ്ട്. എന്താ പറയുക, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. സോഷ്യൽ സ്റ്റാറ്റസ് ഇവർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരാണ്. സൊസൈറ്റി നോംസ് പ്രകാരമൊക്കെ ജീവിക്കുന്ന, അങ്ങനെയൊക്കെ വളരെ ഇതായിട്ട് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇഴുകി ജീവിക്കുന്ന ഒരു ആളാണ്. പക്ഷേ ഇവർക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടിയിരിക്കുന്നു. എന്താണത്? നിങ്ങളാണ്, അതായത് ക്വീൻ ഓഫ് വാൺസ്, നിങ്ങളും അവരെക്കാളും ഒട്ടും താഴെയല്ല എന്ന് ഇവർ റിയലൈസ് ചെയ്തു. അതായത് നിങ്ങളെ പ്രതി അവർക്ക് ഹൈ റെസ്പെക്റ്റ്. നിങ്ങളെ ടോട്ടലി അട്രാക്റ്റഡ് ആണ് ഇവർ. ഓക്കെ, അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ലവ് ആയിട്ടും കൂടെ എടുത്തോളണം കേട്ടോ. വെറും അട്രാക്ഷൻ അല്ല. നിങ്ങളെ കണ്ട അട്രാക്ഷൻ ആൻഡ് ലവ് ആർ 2 ഡിഫറെൻറ്റ് തിങ്സ് അല്ലേ. രണ്ടും 2 കാര്യങ്ങളാണ്. പക്ഷേ ഇവർക്ക് അട്രാക്ഷൻ്റെ കൂടെ നിങ്ങളെ റെസ്പെക്റ്റും ഉണ്ട്, സ്നേഹവും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ജോലിയിലായാലും, നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഇതൊക്കെ അവർക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ടാകുന്ന കാര്യമാണ്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് സ്വയം സമ്പാദിക്കാൻ അറിയാം, സ്വയം മാനേജ് ചെയ്യാൻ അറിയാം, നിങ്ങളെ ചുറ്റിനുമുള്ളവരെ കൂട്ടി നിർത്താൻ അറിയാം. ഇതെല്ലാം ഇവർ ഹൈ റെസ്പെക്റ്റോടെയാണ് കാണുന്നത്. അതേപോലെ സ്നേഹവും ഉണ്ട് എന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് മുന്നോട്ട് വരാൻ തന്നെയാണ് ഇവർക്കിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവരുടെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്ന് വെച്ചാൽ നിങ്ങളെ പ്രതി സ്നേഹമാണ്, റെസ്പെക്റ്റാണ്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് ഇവർ ഈ നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സിനാറിയോ അടുത്ത ആണ് കുറച്ച് പ്രശ്നമുള്ള കേസ്. ക്വീൻ ഓഫ് സ്വാർഡ്സ്, ദി എംപറർ വെച്ചിട്ട് ഏരീസ് രാശിയാണ്, മേടരാശിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അതേപോലെ സ്വാർഡ്സിൻ്റെയും വോൺസിൻ്റെയും കൂടെ എനർജി ഉണ്ട്. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. സ്വാർഡ്സ് വന്നിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, പക്ഷെ പ്രബലമായിട്ട് കാണുന്നത് മേടരാശിക്കാരാണ് കേട്ടോ. ഇവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒപ്പം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുമാണ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലാണെന്ന് മാത്രമല്ല ഇവരുടെ പ്രോബബ്ലി ഇവർ നിങ്ങളെക്കാളും കുറച്ച് സീനിയർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു 4-5-6 വയസ്സിനെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവർ കുറച്ച് ഈഗോ മുറുകെ പിടിക്കുന്ന ഒരാളാണ് കേട്ടോ. കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെ ഇരുന്ന് ശീലമുള്ളവരാണ്, അതായത് റെസ്പെക്റ്റ് കിട്ടി ശീലമുള്ളവരാണ്. ഇവർക്ക് താഴ്ന്നു തരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സോറി ഒന്നും പറയാൻ ഇവരുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അതായത് ഹാർട്ടിനേക്കാളും
ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുന്ന ആളാണ് ഇവർ. അതുകൊണ്ട് ഇവരുടെ അടുത്ത് റൂളും വകുപ്പും ഒക്കെ നിങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കാൻ ഇവർക്ക് ഭയങ്കര താല്പര്യമാണ്. ഓക്കെ, ഇവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. കാരണം 3 ഓഫ് വാൻസും 3 ഓഫ് സ്വോർഡ്സുമാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഇവർക്കും നിങ്ങൾക്കും വളരെ സ്ട്രോങ് ആയിട്ടൊരു ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുമുണ്ട്. നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, സെപ്പറേറ്റഡ് ആവാൻ കാര്യം ക്വീൻ ഓഫ് സോർട്സ്. ക്വീൻ ഓഫ് സോർട്സ് ഇവരുടെ സ്പൗസാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ, ലൈക്ക് ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം. അവിടെ ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് കൺട്രോൾ ചെയ്യുകയാണ് ഇവർക്ക് അവരോട് സ്നേഹമല്ല, കൺട്രോളാണ് അവരുടെ. അവർ വളരെ പേടിപ്പിച്ചാണ് ഇവരെ നിർത്തിയിരിക്കുന്നത്. ഇവരുടെ ഒരു കണ്ണ് എപ്പോഴും ഈ സ്പൗസിൻ്റെ മേലെ ഉണ്ട്. ഞാൻ സ്പൗസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഹസ്ബൻഡ് ഓർ വൈഫ്, അതിന് കോമൺ ആയിട്ട് പറയുന്ന വേർഡാണ് സ്പൗസ്. കാരണം എനിക്ക് അപ്പോൾ ഈ സ്പൗസിൻ്റെ കണ്ണ് ഇവരുടെ മേലെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവർ മേജർ ഹാർട്ട് ബ്രേക്ക് പെയിനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഇപ്പോഴത്തെ ഫീലിംഗ് വെരി സ്ട്രോങ് പെയിൻ. നിങ്ങൾക്കും അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് നമുക്ക് ജഡ്ജ്മെൻറ്റ്, 7 ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് സ്വാർഡ്സ്. നല്ലത് തന്നെയാണ്. അതായത് ഇവർ അറ്റ് പ്രസൻറ്റ് ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർ മിക്കവാറും ജോലിയിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അറ്റ് പ്രസൻറ്റ് കേട്ടോ. പക്ഷേ ബാക്ക് ഓഫ് ദി മൈൻഡിൽ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. നിങ്ങൾ അങ്ങോട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി, അതേപോലെ തിരിച്ച് അവരും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ജോലിയിലാണ്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് മൈൻഡ് സ്കാറ്റേർഡ് ആണ്. പക്ഷേ ബാക്ക് ഓഫ് ദി മൈൻഡ് നിങ്ങളെപ്പറ്റി ഒരുപാട് ആലോചിക്കുന്നുണ്ട്. വളരെ ഹൈ എനർജറ്റിക് ആയിട്ടാണ് ഇവർ നിങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഫീലിംഗ് വളരെ തീവ്രമായിട്ട് ഇവർക്കുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ വിളിക്കണം, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, അവരുടെ വെയർഅബൌട്ട്സൊക്കെ നിങ്ങളെ അറിയിക്കണം എന്നിവർ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നവിടെ അവർ നിങ്ങൾക്ക് വേണ്ടി വളരെ സീരിയസ് തന്നെയാണ്. ഓക്കെ, ആ സെറ്റ് ഓഫ് കാർഡ്സിൻ്റെ ഇത് സോഡിയാക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കപ്സും സ്വാർഡ്സും ജഡ്ജ്മെൻറ്റുമാണ്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് അതും ലിബ്ര തുലാരാശിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. സ്വാർഡ്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ അടുത്തത് നൈറ്റ് ഓഫ് വാൻസ് വിത്ത് 9 ഓഫ് വാൻസ്, 10 ഓഫ് സ്വാർഡ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റൊക്കെ ആയിട്ട് നിങ്ങൾ തമ്മിൽ വഴക്കായി കാണണം. ഇത് ആരുടെ എനർജിയാണെന്ന് അവരവർക്ക് അറിയായിരിക്കും. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്വാർഡ്സ് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. പിന്നെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഈ രാശിക്കാരായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ. ഓക്കെ, രണ്ടുപേരുടെയും ഇതിൽ ചിലപ്പോൾ റിഫ്ലക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഇമോഷണൽ ഔട്ട് ബേഴ്സിന് ഇരയായിട്ടുണ്ട്. എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങളൊന്ന് വഴക്കിടുകയോ അങ്ങനെ വഴക്കിട്ടിട്ട് ഒരു ഈഗോ പ്രശ്നം കൊണ്ട് നിങ്ങളെ അങ്ങ് ഓവർ ഇമോഷണലാക്കി നിങ്ങൾ കുറച്ച് കരയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് ഇവരൊന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാക്കിയിട്ട് വിട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അതായത് പൂർണ്ണമായിട്ട് വിട്ടുപോയോയെന്ന് ചോദിച്ചാൽ ഇല്ല, മാനസികമായിട്ട് അടുപ്പമൊക്കെ ഉണ്ട്. ഓരോ പേഴ്സൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ തന്നെ അല്ലേ, അതെങ്ങനെ സെപ്പറേഷൻ അല്ല എന്ന് പറയും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയായി പറയുന്നത് ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആണ്, മനസ്സിലായില്ലേ? പക്ഷേ ആ സമയത്ത് ചില പിണക്കം, ദേഷ്യമൊക്കെ മൂലം മനഃപൂർവ്വം ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇമോഷൻസ് ഉണ്ട്, അവരുടെ സിറ്റുവേഷൻ മൂലം അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കും. ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജി വെച്ചിട്ട് ഞാൻ പറയണ്ടായിരുന്നു, അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷനാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം. അപ്പോൾ അത് ടെമ്പററി സെപ്പറേഷനായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായി സെപ്പറേറ്റഡ് ആയെന്ന് പറയാൻ പറ്റില്ല. മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്ന മനുഷ്യരുണ്ട്. കാരണം വെറുതെ ഒന്ന് വഴക്കിട്ടു എന്നാൽ 2 ദിവസം പിണങ്ങിയിരിക്കാം, അപ്പോൾ ബ്ലോക്ക് ചെയ്യും.
അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ മാറ്റും. അങ്ങനത്തെ പിണക്കമുള്ള ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒന്ന് പിണങ്ങിയൊക്കെ പോയിരിക്കുന്നവരാണെങ്കിൽ അവരിപ്പോഴും നിങ്ങളെ പ്രതി പാഷനേറ്റ് തന്നെയാണ്, നിങ്ങളെ പ്രതി സ്നേഹം തന്നെയാണ് കേട്ടോ. പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടിട്ടൊന്നുമില്ല. അവരുടെ ഫീലിങ്സിൽ ഇപ്പോഴും അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം തന്നെയാണ്. കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കുക തന്നെ വേണം. ഓക്കെ, പ്ലീസ് ക്ലാരിഫൈ, വിൽ ദേ കോണ്ടാക്ട് മൈ വ്യൂവേഴ്സ്? വിൽ ദിസ് പേഴ്സൺ കോണ്ടാക്ട് മൈ വ്യൂവേഴ്സ്? ബ്ലോക്ക് ചെയ്തത് നിങ്ങളും ആയിരിക്കാം കേട്ടോ, അവരെ മാത്രം കുറ്റം പറയണ്ട. കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലുണ്ട്, പക്ഷേ കോണ്ടാക്റ്റ് ചെയ്യാമെന്നവർ ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ഈഗോ അവിടെ ഒരു പ്രശ്നമാണ്. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ്, 3 ഓഫ് കപ്സ്, ദ വേൾഡ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും ലോങ് ഡിസ്റ്റൻസ് ആണ്. ജോലി സംബന്ധമായിട്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥലം നിങ്ങളിരിക്കുന്ന സ്ഥലവുമായിട്ട് ക്വയറ്റ് ഡിസ്റ്റൻറ്റ് പ്ലേസിലാണ്. ഓക്കെ, ചിലരെങ്കിലും ഓവർസീസും ആയിരിക്കാം, ചിലർ നാട്ടിൽ തന്നെ ആയിരിക്കും, പക്ഷെ കുറച്ച് ട്രാവൽ ചെയ്താലേ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, അവിടെ അവർ ഒരു ലീവിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് അവിടെ കാണുന്നുണ്ട്. ഒരു മീറ്റിംഗ് അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ഗെറ്റ് ടുഗെദർ, ഒരു റീയൂണിയൻ, ഒരു ടൈം സ്പെൻഡിങ് ടുഗെദറൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഓവർസീസ് ആയിരിക്കും, പക്ഷേ ഇവർക്കൊരു ഫാമിലി ഉണ്ടാവാൻ സാധ്യത. ഇവിടെയാണോ ഓവർസീസ് ആണോ എന്ന് എനിക്കറിയില്ല. ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ട്, പക്ഷേ ആ ഒരു ഡിസ്റ്റൻസ് തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തൊരു ന്യൂ ബിഗിനിങ്ങിന് വരണമെന്നാണ് ഇവർ അറ്റ് പ്രസൻറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വരുമായിരിക്കും. ഇവർ ലീവിന് വരുന്നുണ്ടെന്നോ മറ്റൊന്നില്ലേ നിങ്ങളെ കാണാൻ വരുന്നുണ്ടെന്നോ മറ്റുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ക്ലാരിഫൈ this set of cards, please clarify this set of cards. Are they traveling with family or alone? നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് ഇവർ വരുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് ഇവർ വരുന്നത്. നെക്സ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് വളരെ പോസിറ്റീവ് കാർഡാണ്. സൺ ആയിരുന്നു, മേജർ ലിയോ ചിങ്ങരാശി, ലവേഴ്സ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ട്വിൻ ഫ്ലെയിം എല്ലാം ഉണ്ട്. എന്താണ്, ജെമിനൈ, മിഥുന രാശിയാണ് മെയിനായിട്ട് കേട്ടോ. സൺ വെച്ചിട്ട് ചിങ്ങരാശി മെയിനായിട്ട് അതും ഇതുണ്ട്. സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭരാശിക്കാരും ഇതിൽ വളരെ കൂടുതലുണ്ട്. ഈ 3 രാശിക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ കോണ്ടാക്റ്റ് വരാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, 100% വരും. കാരണം 3 മേജർ ആർക്കാന കാർഡ്സാണ് അവിടെ വന്നിരിക്കുന്നത്. അത് വെറുതെ വരുന്നതല്ല. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവർക്കൊരു സൂര്യനെ പോലെയാണ്, ഒരു വെളിച്ചമാണ്. ഇവരുടെ സൂര്യനും ചന്ദ്രനും സ്റ്റാറും എല്ലാം നിങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളെ പ്രതി വളരെ 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 അധികം സ്നേഹമാണ്. സ്നേഹത്തോടൊപ്പം ഫിസിക്കൽ അട്രാക്ഷനും ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇവരൊരു ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൾ തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും. നിങ്ങൾ തമ്മിൽ മീറ്റപ്പ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. വോൺസിൻ്റെ എനർജി വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, പക്ഷെ അത് കുറവാണ്. മറ്റ് 3 രാശികളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് ജസ്റ്റിസ് വിത്ത് 7 ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് കപ്സ് ആൻഡ് സ്ട്രെങ്ത്തും ചിങ്ങരാശി തന്നെയാണ്. ചിങ്ങം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ജസ്റ്റിസ് വെച്ചിട്ട് ലിബ്ര, തുലാ രാശിക്കാരും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനൈ, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിന് ഒരു ന്യായമായിട്ടുള്ള സൊല്യൂഷൻ തരണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പിണക്കത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ആ പിണക്കമൊക്കെ സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇവർ ചില കാര്യങ്ങൾ മറച്ച് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഫുള്ളായിട്ട് ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോയെന്ന് നമുക്ക് അവിടെ ഒരു സ്നീക്കി ബിഹേവിയർ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം ഇവർ എക്സ്പ്രസ് ചെയ്ത് കാണില്ല. ഓക്കെ, മനസ്സിൽ നിറയെ സ്നേഹമാണ്, നിങ്ങൾക്കറിയാം, അവർക്കും അറിയാം. പക്ഷേ
അത് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്ത് കാണില്ല, തുറന്ന് എക്സ്പ്രസ് ചെയ്തിരിക്കാൻ സാധ്യതയില്ല. മനസ്സിലിട്ടിങ്ങനെ ചിന്തിച്ച് കാണും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ സിറ്റുവേഷൻ അവരൊരു സ്ട്രെങ്ത് ആർജിച്ചിട്ട്, അവരൊരു ധൈര്യം സംഭരിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം വ്യക്തമാക്കുന്നതായിട്ടാണ് കാണുന്നത്. എക്സ്പ്രഷൻ ഓഫ് ലവ് അവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് വന്നിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടൊരു റീഡിംഗ് ആയിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള അപ്പോൾ ഇത്രയും ഫീലിങ്സ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് അവരുടെ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് കുറച്ചൊന്ന് എടുത്ത് നോക്കാം എന്നല്ലേ. കുറച്ച് നാളായില്ലേ മെസ്സേജസ് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എന്താണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഇത് മൊത്തം പുറത്തെടുത്തൊന്ന് ഷഫിൾ ചെയ്തിട്ടൊക്കെ തിരിച്ചു വെച്ചു. കുറച്ച് കാർഡ്സ് എടുക്കാം കേട്ടോ. പോരെ. ഫസ്റ്റ് മെസ്സേജ്, മാനിഫെസ്റ്റിംഗ് യു. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യണം, നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ആം കൺഫ്യൂസ്ഡ്. ആ ഒരു 2 ഓഫ് സോർട്സ് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ആ പേഴ്സണാണ് ഇത്. പൈസസ്, നിങ്ങളുടെ പേഴ്സൺ പൈസസ്, മീനരാശിയായിരിക്കാൻ സാധ്യതയുണ്ട്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ തമ്മിൽ ടെലിപ്പതിയായിട്ട് അവരവിടെ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റുമെന്ന് അവർ വിചാരിക്കുന്നു. യു ആർ സോ സ്പെഷ്യൽ, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. വിഷ് ഫുൾഫിൽമെൻറ്റ്, ഞാൻ പറഞ്ഞില്ലേ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡ് വന്നിരുന്നില്ലേ. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി. ഇവർ തേർഡ് പാർട്ടിയുടെ അടുത്ത് ടോട്ടലി സ്റ്റക്കാണെന്നാണ് പറയുന്നത്. ഐ വോണ്ട് ടു ബി വിത്ത് യു, അവർക്ക് നിങ്ങളുടെ കൂടെ വരണം എന്നാണ് ആഗ്രഹം കേട്ടോ. ഡു യു ലവ് മീ, നിങ്ങളിപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്പേഴ്സ് 2 and 11, ഇത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലോ എന്തെങ്കിലും ഈ നമ്പർ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഫോളിങ് ഫോർ യു, ന്യൂ ലവ് പ്രപ്പോസൽ, 4 of wands, ഡിവൈൻ ടൈമിംഗ്. ഓക്കെ, നിങ്ങൾക്ക് ഏഞ്ചൽ ബ്ലെസ്സിങ് ഉണ്ട്. ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ലിയോ രാശിക്കാരായിരിക്കാൻ ഇന്ന് ലിയോ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു, ഇവർ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നാണ് ഇവർ പറയുന്നത്. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ്, ഇവർ ചിലരെങ്കിലും അവരുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. പലരും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ആ ബ്ലോക്ക് മാറിയിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ റീഡിങ്ങിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആയിരുന്നു ഫീലിങ്സിന്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വളരെ തീവ്രമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, പുതിയ വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എക്സിസ്റ്റിംഗ് വ്യൂവേഴ്സിന് ഒത്തിരി 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 നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.